ഹായ്. ഫോറെവർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ലൈഫിൽ പറക്കാൻ പറ്റുക, ജീവിക്കുക, അതിനോടൊപ്പം ലൈഫ് അടിപൊളിയാക്കുക എന്നൊരു ലൈഫാണ് സമൂഹത്തിൽ എന്റർടൈൻമെന്റ് ഷോകളിൽ ഉണ്ടാകുന്നത്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു മൂവിയാണ്. അതിന്റെ ഒരു ടീസർ പ്രൊമോ ആയിരിക്കും ഈ സിനിമ വരാൻ പോകുന്നത്. സ്റ്റാർ കാസ്റ്റ് വലിയൊരു കാസ്റ്റ് തന്നെയാണ്. നമുക്കൊക്കെ അറിയാം ദളപതി. നമ്മുടെ ദളപതി അവസാനത്തെ 65 എന്ന് പറയുന്ന സിനിമ, അതിന്റെ പേര് ജനനായകൻ. ആ നായകന്റെ സിനിമ സക്സസ്ഫുൾ ആകുമോ എന്നതാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് എങ്ങനെയാണ് അഭിപ്രായം? എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ പ്രൊമോ ടീസർ കണ്ടിട്ട് തോന്നുന്നത്? ഒരു ഒഫീഷ്യൽ ക്ലിംബർ ഇതിലുണ്ട്. ഡയറക്ടർ എച്ച് വിനോദാണ് ഇത് ഡയറക്ടർ ചെയ്യുന്നതാണ് അറിയാൻ പറ്റുന്നത്. ഇപ്പോ പ്രൊഡ്യൂസർ വെങ്കട് കെ നാരായണൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള വിജയുടെ അവസാനത്തെ സിനിമ കഴിഞ്ഞതിന് ശേഷം ഇവർ തീരുമാനിച്ചതാണ് ഈ ഒരു സംഭവം എന്നത് നിങ്ങൾ അറിയണം. എല്ലാം സംഭവിച്ചു പോകേണ്ടതാണ്. സിനിമ എന്നത് പോലും ഒരു മാജിക്കൽ അപ്രോച്ച് നമ്മുടെ ലൈഫിലുണ്ടല്ലോ. ഇപ്പോ എച്ച് വിനോദ്, അനിൽ പൂജ ഹെഡ്ഗിവൻ ഇവരുടെ ഫസ്റ്റ് റോററാണ് ജനനായകൻ. അപ്പോൾ നമുക്കത് കൂടി അറിയാൻ വേണ്ടി തന്നെയാണ് ഒരു വലിയൊരു സംഭവം ഈ സിനിമയിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ കാണാത്തതും ഇതുവരെ കേൾക്കാത്തതുമായ ഒരു റോർ ഈ ഒരു സിനിമയിൽ ഉണ്ടാവാൻ സാധിക്കും. ദളപതി വിജയ് എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് തമിഴ് നടൻ. തലക്ക് ദളപതി എന്താണെന്നും നമുക്കറിയാലോ. നമുക്കത് കാണാം, ആ ഒരു റോർ പ്രൊമോ. ഒരു പോലീസ് ക്യാരക്ടറാണ് വിജയ് ദളപതി. ഹാപ്പി ബർത്ത്ഡേ വിജയ്. നിങ്ങളുടെ ജന്മനാളിന്റെ ദിവസത്തിൽ തന്നെയാണ് ഈ ഒരു ജനനായകൻ ദളപതിയുടെ ഒരു ഗിഫ്റ്റ് ആണ്. 9/1/2006 ചിലപ്പം ഇത് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് റോററാണ് മാജിക് പീസ്. അപ്പോ നമുക്കൊന്ന് പിടിക്കാം ജനനായകന്റെ ഈ ഒരു വരവിന്. വലിയൊരു ജനനായകനാവട്ടെ, അല്ലേ? ഈ അടുത്ത് റീ റിലീസ് കാലം നടക്കുന്നൊരു സമയമാണ് വിജയിന്റെ. അപ്പോ വിജയിന്റെ ലാസ്റ്റ് മർസൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു റിവ്യൂ വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്റ് പക്ഷെ പുതിയത് എന്നും നമ്മൾ വരവേൽക്കുന്ന കാലങ്ങൾ തന്നെയാണ്. ദളപതി എന്നത് മലയാളികൾക്ക് ഒരു ഹ്യൂജ് ഒരു കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ്? കമന്റ്. ദളപതി
ഒരു സാധാരണ ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നാറില്ല. ദളപതി എന്ന് പറയുന്ന ഒരു ഫാൻസ് ഷോക്ക് അത്രക്കും എഫക്ട്സ് നമുക്ക് മേക്കിങ്ങിൽ ഉണ്ടാവാറുണ്ട്. വലിയൊരു ഒരു വാർ നടക്കാൻ സാധ്യതയുണ്ട് വിജയുടെ ഈ ഒരു സിനിമയിൽ. നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, നിങ്ങൾക്കും അത് കമന്റ് ചെയ്യാം. ദളപതി ഈ ഒരു വരാൻ പോകുന്ന ബിഗ് ബ്രേക്കിംഗ് ആകാൻ സാധ്യതയുള്ള ജനനായകൻ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു സിനിമയുടെ പവറും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എനിക്കറിയണം, കമന്റ് ചെയ്യണം. കാരണം വലിയൊരു ഉത്തരവാദിത്വത്തിലൂടെയാണ് ജനനായകൻ എന്ന സിനിമ വരാൻ പോകുന്നത്. അതോടൊപ്പം വിജയുടെ കാരിയർ ബ്രേക്കുകൾ നടക്കുന്ന സമയവും പിന്നെ അവസാനത്തെ സിനിമയാണെന്നാണല്ലോ 65-നെ കുറിച്ച് നമുക്കറിയാവുന്നത്. വിജയ്, അപ്പോ വിജയ് നമുക്കൊക്കെ എന്നും ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു വിലയും എവിടെയും താണുപോയിട്ടില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ സേവിക്കുന്നത് അതുപോലെ സിനിമയിലും ഉണ്ട് എന്നതാണ് പലരും പറയുന്നത്. വിജയന്റെ പല ഫ്ലോപ്പ് സിനിമകളും ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സിനിമകൾ നമുക്ക് നമ്മുടേതായ ആ ഒരു ലെവലിൽ കൊണ്ടെത്താൻ പറ്റും. അപ്പൊ സിനിമ ഗംഭീരമാവണം. ഹാപ്പി ബർത്ത്ഡേ വിഷ്വസ് വീണ്ടും പറയുകയാണ് വിജയ് ദളപതിയോട്. നിങ്ങളുടെ ഈ 65-ലെ ഒരു സിനിമ, ഈ ഒരു വിനോദ് സംവിധാനം ചെയ്യുന്ന പൂജ ഹെഡ്ജ് ഉള്ള ഇവരുടെയൊക്കെ എന്താണ് ഈ ഒരു കഥയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്? ഒരു പോലീസ് സ്റ്റോറി ആണെങ്കിലും എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു മൊമെന്റ്സ്? ഫുൾ സ്റ്റോറി പ്ലോട്ടൊന്നുമല്ല പറയേണ്ടത്. എന്തിനു വേണ്ടി മെസ്സേജ് ചെയ്യുക? ജനനായകൻ വിജയനെ മാത്രം കണ്ടുകൊണ്ട് കളിക്കുന്നതാണോ? ഇത് റിയലായ ഒരു സ്റ്റോറിയാണ്. യുവർ കമന്റ്. നമുക്കറിയില്ല. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇപ്പോഴാണ് നോക്കുന്നത്. അപ്പം ജനനായകൻ, അങ്ങനെയാണ് ഈ സിനിമയുടെ പേര്. ജനനായകൻ എന്ന് പറയുമ്പോൾ അത്രയും ഗംഭീരമായ കാര്യമാണ് എന്ന് നമുക്കറിയാം. അത്രക്കും വളരെ ഗംഭീരമായ സിനിമയാണെന്നും നമുക്കറിയാം. അത്രക്കും ഫേമസ് ആണെന്നും നമുക്കറിയാം. ജനനായകൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് വളരെ വലിയൊരു കാര്യം ജനനായകനിലൂടെ വിജയ്ക്ക് സംസാരിക്കാനുണ്ടാവും. ജനനായകൻ 2026 ഇറങ്ങാൻ പോകുന്ന അപ്ഡേറ്റ് സിനിമ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മികച്ച അവലോകനം ഇതിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ KVN പ്രൊഡക്ഷൻ നിർമ്മിക്കുന്ന ഇന്ത്യൻ തമിഴ് ഭാഷ രാഷ്ട്രീയ ആക്ഷൻ ത്രില്ലറായിരിക്കും ചിലപ്പോൾ ജനനായകൻ സംഭവിക്കുക. ആളുകൾ ഇതും ചോദിക്കുന്നു, ജനനായകൻ വിജയുടെ അവസാന സിനിമ എന്നതാണ് ഇതിന്റെ. ജനനായകൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിജയ് 16 റീമേക്ക് ആണോ? വിജയ് ചിത്രം ജനനായകന്റെ ബഡ്ജറ്റ് എത്രയാണ്? ഇങ്ങനെ കുറെ ചോദ്യങ്ങളും ഇതിൽ കാണുന്നുണ്ട്. യെസ്, എല്ലാം ഉള്ളതാണല്ലോ സിനിമ. അപ്പൊ അതിന്റെ ബഡ്ജറ്റ്
സിനിമക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ഈസ് പോലീസ് ക്യാരക്ടർ, അത് ഒരു ഷുവറായ കാര്യമാണ്. ഒന്നും കൂടി ഡയറക്ടർ ആരാണെന്ന് പറയാം. ഡയറക്ടർ H. വിനോദ്, എഴുതിയതും H. വിനോദ് തന്നെയാണ്. നിർമ്മിക്കുന്നത് വെങ്കട്ട് K ആണ്. ജഗദീഷ് പുളനിസ്വാമി, ലോഹിത് എനിക്ക് ഇങ്ങനെ ഇവരെ അഭിനയിക്കുന്നുണ്ട്. നിരവധി പേർ അഭിനയിക്കുന്നുണ്ട്. 300 കോടി ബഡ്ജറ്റെങ്കിലും ഈ സിനിമയ്ക്ക് ഇവർ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോ ഒരു തമിഴ് ഭാഷയ്ക്ക്, തമിഴ് മക്കൾക്ക്, തമിഴ് ഇൻഡസ്ട്രിക്ക് ഉപകാരമാണ് എന്നാണ് പറയുന്നത്. 2024 ഫെബ്രുവരി 2 സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ തന്റെ നിലവിലുള്ള പ്രോജക്റ്റുമായുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. വിക്കിപീഡിയ നോക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നത്. ജനനായകൻ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാവട്ടെ. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും വിലയുടെ സപ്പോർട്ടും നിങ്ങളുടെ ലൈക്കും നമുക്ക് വേണം. എന്നാലേ മുന്നോട്ട് ചാനലിന് വളർച്ചയുണ്ടാവൂ എന്ന് നമുക്കറിയാം. നിങ്ങളുടെ മികച്ച സപ്പോർട്ടാണ് എല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ട് തന്നെ വീണ്ടും ചോദിക്കുകയാണ്, സപ്പോർട്ട് മീ മൈ ചാനൽ. അപ്പോൾ ജനനായകന്റെ ഈ ഒരു ടീസർ പ്രമോ നമ്മൾ നിങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് ഇട്ടുതരുന്നതായിരിക്കും. കാണുക, കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം പറയുക. ജസ്റ്റ് വാച്ച് റിയാക്ഷൻ. ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ്, ഇത് റിവ്യൂ അല്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ സിനിമ കണ്ട് റിവ്യൂ ഇടുന്നതായിരിക്കും. ഉറപ്പായും സിനിമ കാണാൻ സമയം പരിമിതിക്കുള്ളിലാണെങ്കിലും, നമുക്ക് മറ്റു വർക്കുകൾ ഉണ്ടെങ്കിലും, നമ്മൾ ആ പരിമിതികൾക്കുള്ളിൽ നമ്മളിത് ഈ സിനിമയുടെ റിവ്യൂ പറഞ്ഞിരിക്കും. 2 സിനിമ, ഒന്ന് ലാലേട്ടൻ്റെ സിനിമയുണ്ട്, ഒന്ന് ദളപതിയുടെ സിനിമയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മോസ്റ്റ് പോപ്പുലർ സിനിമകൾക്ക് നമുക്ക് റിവ്യൂ ഇടാൻ പെട്ടെന്ന് സാധിക്കുന്നതാണ്. ബാക്കി OTT വരുന്ന സിനിമകളും നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലും അഭിപ്രായം ചൂസ് ചെയ്യാൻ പ്രേക്ഷകർക്ക് ചെയ്യാം. നിങ്ങളുടെ ചൂസിംഗ് ആണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ പോലും ചൂസ് ചെയ്യാൻ പറ്റും. അതൊന്നും ഇവിടെ യാതൊരു കുറവൊന്നുമില്ല. ഇറ്റ്സ് യൂട്യൂബ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഏത് കോണ്ടന്റും കാരിയർ ബെസ്റ്റാണ്. നമ്മളെല്ലാം കാരിയറിന് വേണ്ടിയാണ്. നമ്മുടെ കാരിയർ ഒന്ന് സ്മൂത്ത് ആക്കുക, അതാണ് നമ്മുടെ ബെസ്റ്റ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.